ഹലോ ഫ്രണ്ട്സ്, H&H വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നെൻ്റെ മൂത്ത കുട്ടിയുടെ 8ാമത്തെ ബർത്ത്ഡേ ആണ്. അന്നേരം അതിന് സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ആണ് ഉണ്ടാക്കിയത്. ഫ്രൈഡ് റൈസിന് നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. അതിന് ഞാൻ കുറച്ച് ക്യാരറ്റ്, ബീൻസ്, സവോള, ക്യാബേജ് ഇത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു പച്ചമുളക്, വലിയ പച്ചമുളകാണ്, അതിൻ്റെ പകുതിയും മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരേ കനത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനൊരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്, ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഇതിന് വേണ്ടത്. ഫ്രൈഡ് റൈസിന് സൺഫ്ലവർ ഓയിൽ 2-3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഇട്ട് ആദ്യം മൂപ്പിക്കണം. നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ പച്ചക്കറികൾ ഓരോന്ന് ഇട്ട് കൊടുക്കണം. ആദ്യം ഞാൻ ഇത്തിരി വേവ് കൂടുതലുള്ളതുകൊണ്ട് സവോള ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെ ബീൻസും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടിനും ഇത്തിരി വേവ് കൂടുതലാണല്ലോ, അതുകൊണ്ട് അത് രണ്ടും കൂടി ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വാടിയാൽ മതി, അധികം വേകണ്ട, വെന്ത് കുഴയണ്ട. ഫ്രൈഡ് റൈസിന് പച്ചക്കറികളൊക്കെ ഇങ്ങനെ കടിക്കണം നമുക്ക്, അന്നേരം അധികം വേകരുത്, ഒന്ന് ജസ്റ്റ് വാടിയാൽ മതി. എന്നിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പും അതിനാവശ്യമുള്ള ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ തോരാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കാണും. ഞാൻ ഇത്തിരി ഫ്ലെയിം കൂട്ടി വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നീട് ഇത് ഞാൻ എൻ്റെ അടുക്കളയിൽ മണി പ്ലാന്റും ഒരു ലക്കി ബാമ്പും വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ കാണിച്ചത്. അന്നേരം നമ്മുടെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് ശേഷം ക്യാരറ്റ് ഇതിപ്പം ഒരുമാതിരി വെന്തിട്ടുണ്ട്, ഹാഫ് വേവായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ക്യാരറ്റ് ഞാൻ നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നൈസായിട്ട് അരിഞ്ഞാണ് ആ ക്യാരറ്റിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ അകത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ട്. പിന്നെ ഞാൻ ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഉപ്പിട്ടും സൺഫ്ലവർ ഓയിൽ ഇട്ടുമാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് അതൊന്ന് വേകുന്ന വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്യാബേജ് ഉണ്ടല്ലോ, അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജും കൂടി ഇട്ട് കൊടുക്കണം. ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ആ ഉപ്പ് മതിയായിരിക്കും. ചോറ് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. പിന്നെ സോയാ സോസ് ഒഴിക്കുമ്പോൾ അതിന് ഇത്തിരി ഉപ്പുള്ളത് കൊണ്ട് അതെല്ലാം നോക്കി വേണം നമ്മൾ ഇതിനൊക്കെ ഉപ്പ് ചേർക്കാൻ. ഇത് ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് വേകാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞ ശേഷം നമ്മളൊരു മുട്ട എടുക്കണം. ആ മുട്ട 2 മുട്ടയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 മുട്ടയുള്ളത് കൊണ്ട് ആ മുട്ട ഒരെണ്ണം പൊട്ടിച്ച് അതിലോട്ടിട്ട് അതും കൂടി ചിക്കി എടുക്കണം. ആ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ചിക്കി എടുക്കണം. ചിക്കിയിട്ട് എല്ലാ പച്ചക്കറിയിലോട്ട് എത്തുന്ന പോലെ ഫ്ലെയിം കൂട്ടി വെച്ചാൽ കേട്ടോ ഞാനിതെല്ലാം ചെയ്യുന്നത്. ഫ്രൈഡ് റൈസ് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ച് വേണം ചെയ്യാനായിട്ട്, അപ്പോഴായിരിക്കും അതിൽ ടേസ്റ്റ് കിട്ടുക എന്നിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ട് മുട്ട കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അന്നേരം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടായിരിക്കും ഞാൻ പച്ചക്കറി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. നന്നായിട്ട് ഏത് സമയം ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് ഈ മുട്ട എല്ലായിടത്തും എത്തിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഒരു 2 സ്പൂൺ വരുന്ന സോയാ സോസും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഇപ്പം നമുക്കിതിൽ ഇടാം, ഞാനത് ചേർക്കുന്നില്ല കേട്ടോ. ടൊമാറ്റോ സോസും ചില്ലി സോസും ചേർക്കാം, ഞാനതിടുന്നില്ല. ഞാൻ സോയാ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് വേവിച്ച് വെച്ച അരിയാണ്, ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്, ബിരിയാണി അരിയാണ്, നല്ല നീട്ടമുള്ള അരിയാണ്. ഒരു 1/4 കിലോ ഉണ്ടാകും ഇത്. ആ 1/4 കിലോ എടുത്ത് ഞാൻ ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചതാണ്. നന്നായിട്ട് നല്ലതല്ല, ഹാഫ് വേവായിട്ടുള്ള
ചോറാണ്. അതും കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കുക. അന്നേരം പൊടിഞ്ഞു പോകാതെ വേണം നമ്മൾ ഇളക്കാൻ, അടിയിലും പിടിക്കാൻ പാടില്ല. അതിന് കുറച്ച് നെയ്യും കൂടി ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ അടിയിലും പിടിക്കില്ല. നെയ്യും നന്നായിട്ട് ചോറ് പൊട്ടുന്ന ഒച്ച കേൾക്കാം, നമുക്ക് ടപ്പ ടപ്പ ടപ്പാന്ന് പൊട്ടുന്ന ഒച്ച കേൾക്കാൻ പറ്റും. അങ്ങനെ വേണം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒന്നുമേ തൊടാതെ കിടക്കണം. എല്ലാ പച്ചക്കറികളും ചേർത്ത് നമുക്കിത് വേണമെങ്കിൽ നമുക്ക് കിസ്മിസ് ചേർക്കാം, പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിൽ. എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രൈഡ് റൈസ് ചേർക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഇച്ചിരി നെയ്യും കൂടി ഇട്ടിട്ട് നല്ലൊരു പൊട്ടുന്ന ഒച്ചയേക്കാൻ നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഓഫ് ചെയ്തു, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയിലയും കൂടി ഇട്ടു. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് ആയിരുന്നു. അന്നേരം ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അന്നേരം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം കേട്ടോ.